ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണിന്റെ വോളിയം ബട്ടൺ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ കംപ്ലൈന്റ് മാറ്റാതെ നമ്മൾ ഫോണിൽ എങ്ങനെ നമ്മുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വോളിയം കൂട്ടാൻ കുറക്കാൻ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോണത്. ഇതെല്ലാവർക്കും എപ്പോഴെങ്കിലും, ഇപ്പോഴെന്നല്ല എപ്പോഴെങ്കിലും ഭാവിയിലാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിനായി നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഫോണിൽ. ആപ്ലിക്കേഷന്റെ പേര് നോബി ഫ്രീ എന്നാണ്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നോബി ഫ്രീ ആപ്ലിക്കേഷൻ. നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം. അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും തന്നെ. നമുക്കിത് വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് കളയാം. ഞാനിപ്പോൾ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്താണ് കളയണത്. സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റായിട്ട് ഫിനിഷ് എന്ന് പറഞ്ഞു വരും. അത് നമ്മൾ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുറച്ച് പെർമിഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പെർമിഷൻസ് എല്ലാം നമ്മൾ ഓണാക്കിയാൽ മാത്രമേ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പെർമിഷൻസ് ഒക്കെ ഓണാക്കാം. ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് ഓവർലേ പെർമിഷൻ ഫോർ ഫ്ലോട്ടിംഗ് പാനൽ എന്നാണ്. അത് ഞാനിവിടെ ഓണാക്കുന്നുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പെർമിഷൻ ചോദിക്കുന്നത് ഡു നോട്ട് ഡിസ്റ്റർബ് പെർമിഷൻ ആണ്. അതും നമ്മൾ ഓണാക്കണം. ഇത് ഓണാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇപ്പം നോക്കുന്ന നോബി ഫ്രീ ആപ്ലിക്കേഷൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ഓണാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ആപ്ലിക്കേഷൻ ഓൺ ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ അതും ഞാൻ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചോദിക്കുന്നത് ബോട്ടം ഗസ്റ്റർ എന്നാണ് ചോദിക്കുന്നത്. അതിലിവിടെ വൺ സ്വൈപ്പ് ഗസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്തായാലും നമ്മൾ ഓണാക്കണം. പിന്നെ പൊസിഷൻ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗസ്റ്ററിൻ്റെ. അപ്പോൾ ഇതിലിപ്പോൾ റൈറ്റ് സെൻറ്ററാണ് കിടക്കുന്നത്. പിന്നെ റൈറ്റ് ടോപ്പ്, റൈറ്റ് ബോട്ടം, ലെഫ്റ്റ് ബോട്ടം ഒക്കെ നമുക്ക് ആക്കാൻ പറ്റും. ഇത് ഇപ്പോൾ റൈറ്റ് സെൻറ്ററാക്കി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കളർ സെറ്റ് ചെയ്യാൻ പറ്റും ഗസ്റ്ററിൻ്റെ. പിന്നെ സൈസ് ഓഫ് ദ ഗസ്റ്റർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. തിക്നെസ് സെറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിലുള്ള സെറ്റിങ്സ്. ഇപ്പം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വോളിയം ബട്ടൺ ഇല്ലാതെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഫോണിൽ. അപ്പം നമുക്ക് ട്രയൽ എന്ന രീതിക്ക് ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ ഈ ഗസ്റ്റർ യൂസ് ചെയ്താണ്, ഫോണിൻ്റെ സ്ക്രീൻ യൂസ് ചെയ്താണ് ഫോണിൻ്റെ വോളിയം കൂട്ടാൻ കുറക്കുകയും ചെയ്തത്. അതുകൂടാതെ നമുക്ക് ഫോണിൻ്റെ ഈ മ്യൂസിക്കിൻ്റെ വോളിയം അല്ലാതെ നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ്റെയും കോളിൻ്റെയും എല്ലാത്തിൻ്റെയും നമുക്ക് ഫോണിൽ വന്നിട്ടുള്ള എല്ലാ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെറ്റിങ്സിൻ്റെയും തന്നെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത്. അത് ഈ ഗസ്റ്ററിൽ തന്നെ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലിലും ഇതിൻ്റെ ഒരു സെറ്റിങ്സ് കിട്ടുന്നതാണ്. അവിടെ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് വോളിയം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇത്ര ഉള്ളു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക് യു.